ഹലോ, നമസ്കാരം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയുണ്ടായി. കാരണം പുള്ളി പറഞ്ഞത് ഈ കെ എസ് ആർ ടി സിയിലെ വികസനം കണ്ടിട്ട്, കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ കണ്ടിട്ട് ഏതോ പുള്ളി അറിയാവുന്നൊരു സ്ത്രീ കാറ് വിറ്റ് ആ സ്ത്രീ കെ എസ് ആർ ടി സി ബസ്സുകളിൽ കൂടെ മാത്രമാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരം വന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ഡീറ്റെയിലായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ രാജ്യം ഇപ്പോൾ ഉദാഹരണത്തിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ജിയോ, റിലയൻസിൻ്റെ അംബാനിയുടെ ജിയോ കമ്പനി ഇപ്പോൾ ഒരു ഇലക്ട്രിക് സൈക്കിൾ പുറത്തിറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. 1000 രൂപയാണ് ഒരു EMI ആവുന്നുള്ളൂ ഒരു മാസം. നമുക്ക് ഇഷ്ടംപോലെ ഇലക്ട്രിക് സൈക്കിളാണ്, ഇലക്ട്രിക് സ്കൂട്ടറല്ല. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ത്യയിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രാൻസിൽ കൂടുതലും നെതർലാൻഡ്സ് ഒക്കെ അവർ കൂടുതൽ സൈക്കിൾ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കാർ പൂളിംഗ് ഉള്ള രാജ്യങ്ങളുണ്ട്, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. കാർ പൂളിംഗ്, അതായത് ഒരു കാറിൽ തന്നെ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നു. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് സിംഗപ്പൂരാണെന്ന് പറയുന്നത്. സിംഗപ്പൂർ മെട്രോ ഉണ്ട്, ബസ് നെറ്റ്വർക്കുണ്ട്, ഷെയർഡ് മൊബിലിറ്റി ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്. പിന്നെ നെതർലാൻഡ്സ് ഉണ്ട്. പിന്നെ ഡെൻമാർക്കിൽ എസ്പെഷ്യലി കോപ്പൻഹേഗൻ എന്ന് പറയുന്ന സിറ്റിയിലാണെന്ന് തോന്നുന്നു. പിന്നെ സ്വിറ്റ്സർലൻഡ്, പിന്നെ ജപ്പാൻ. ഇവയൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ഒരു രാജ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മോഡലിൽ കൂടുതൽ ഈ മന്ത്രിമാർ കൂടുതലും ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറയും. നമ്മളതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ഈ ഒരു വിവാദം തോന്നിയുള്ളൂ. പുള്ളിയായിട്ട് കളിയാക്കാതെ പുള്ളി പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിർത്തുന്നു. താങ്ക് യു.